ഇസ്ലാമിക മൂല്യങ്ങളുമായി ഒത്തുപോകുന്ന നിങ്ങളുടെ ഭർത്താവുമായി നല്ല സമയം ചെലവഴിക്കാൻ 20 ആശയങ്ങളാണ് ഇവിടെ. 1. ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ദമ്പതികളായി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവുമായും പരസ്പരവുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നു. 2. ഒരുമിച്ച് ഖുർആൻ വായിക്കുക. ഖുർആൻ ഒരുമിച്ച് വായിച്ച് അതിന്റെ അർത്ഥവും പ്രാധാന്യവും ചർച്ച ചെയ്യുക. 3. ഒരുമിച്ച് സ്വയം സേവനം ചെയ്യുക. നിങ്ങളുടെ സമൂഹത്തിന് തിരികെ നൽകുകയും ആവശ്യമുള്ളവരെ സഹായിക്കുകയും ചെയ്യുക. 4. ഇസ്ലാമിക പ്രഭാഷണങ്ങളിലും വർക്ക്ഷോപ്പുകളിലും പങ്കെടുക്കുക. ഇസ്ലാമിനെക്കുറിച്ചും അത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ പ്രയോഗിക്കുന്നതിനെക്കുറിച്ചും കൂടുതൽ അറിയുക. 5. ഹലാൽ അവധിക്കായുള്ള പദ്ധതി. ഒരു മുസ്ലിം സൗഹൃദപരമായ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയും പുതിയ സംസ്കാരങ്ങൾ ഒരുമിച്ച് അനുഭവിക്കുകയും ചെയ്യുക. 6. ഒരുമിച്ച് ഹലാൽ വിഭവങ്ങൾ പാചകം ചെയ്യുക. നിങ്ങളുടെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും പങ്കിടാൻ രുചികരവും ആരോഗ്യകരവുമായ ഹലാൽ വിഭവങ്ങൾ തയ്യാറാക്കുക. 7. ഒരുമിച്ച് ഒരു പുതിയ ഇസ്ലാമിക കഴിവ് പഠിക്കുക. കലിഗ്രഫി, ഖുർആൻ പാരായണം അല്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രം പഠിക്കുക. 8. ഒരു ഇസ്ലാമിക പഠന ഗ്രൂപ്പിൽ ചേരുക. മറ്റ് മുസ്ലിം ദമ്പതികളുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് പഠിക്കുക. 9. ഒരുമിച്ച് ദാനധർമ്മം ചെയ്യുക. കുറഞ്ഞ അനുഗ്രഹമുള്ളവർക്ക് തിരികെ നൽകുകയും നിങ്ങളുടെ കുട്ടികൾക്ക് ദാനധർമ്മത്തിന്റെ പ്രാധാന്യം പഠിപ്പിക്കുകയും ചെയ്യുക. 10. ഇസ്ലാമിക അവധികൾ ആഘോഷിക്കുക. ഈദ് അൽ ഫിത്ർ, ഈദ് അൽ അദ്ഹ തുടങ്ങിയ ഇസ്ലാമിക അവധികൾ കുടുംബവുമായും സുഹൃത്തുക്കളുമായും ആഘോഷിക്കുക. 11. വീട്ടിൽ റൊമാൻറ്റിക് ഡിന്നർ കഴിക്കുക. ഒരു പ്രത്യേക ഹലാൽ വിഭവം പാചകം ചെയ്യുക. ചില മെഴുകുതിരികൾ കത്തിക്കുക. ഒരു റൊമാൻറ്റിക് സന്ധ്യ ആസ്വദിക്കുക. 12. പ്രകൃതിയിൽ നടക്കുകയോ ഹൈക്കിംഗ് ചെയ്യുകയോ ചെയ്യുക. പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കുകയും അള്ളാഹുവിന്റെ സൃഷ്ടിയെ വിലമതിക്കുകയും ചെയ്യുക. 13. ബോർഡ് ഗെയിമുകളോ കാർഡ് ഗെയിമുകളോ കളിക്കുക. നിങ്ങളുടെ ഭർത്താവുമായി രസിക്കുകയും വിശ്രമിക്കുകയും ചെയ്യുക. 14. ഇസ്ലാമിക സിനിമകളോ ഡോക്യുമെന്ററികളോ കാണുക. സിനിമകൾ വഴി ഇസ്ലാമിക ചരിത്രവും സംസ്കാരവും പഠിക്കുക. 15. ഒരുമിച്ച് ഇസ്ലാമിക പുസ്തകങ്ങൾ വായിക്കുക. ഇസ്ലാമിക വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ഇസ്ലാമിക പണ്ഡിതരുടെ ജ്ഞാനത്തിൽ നിന്ന് പഠിക്കുകയും ചെയ്യുക. 16. ഒരുമിച്ചൊരു ക്ലാസ്സിൽ പങ്കെടുക്കുക. പാചകം, പെയിന്റിംഗ് അല്ലെങ്കിൽ പൂന്തോട്ട പരിപാലനം പോലുള്ള പുതിയ കഴിവുകളോ. 17. പാർക്കിൽ പിക്നിക് നടത്തുക. പുറംകാഴ്ചകൾ ആസ്വദിക്കുകയും ഒരുമിച്ച് നല്ല സമയം ചെലവഴിക്കുകയും ചെയ്യുക. 18. മസ്ജിദിലേക്ക് പോകുക. ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും മസ്ജിദിന്റെ ചരിത്രവും വാസ്തുവിദ്യയും പഠിക്കുകയും ചെയ്യുക. 19. ഇസ്ലാമിക സമ്മേളനങ്ങളിൽ പങ്കെടുക്കുക. ഇസ്ലാമിക പണ്ഡിതരെയും നേതാക്കളെയും കണ്ടു പഠിക്കാൻ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുക. 20. ഒരുമിച്ച് സംസാരിക്കുകയും പരസ്പരം കേൾക്കുകയും ചെയ്യുക. ഏറ്റവും പ്രധാനമായ കാര്യം ഒരുമിച്ച് നല്ല സമയം ചെലവഴിക്കുകയും ഇസ്ലാമിക തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ശക്തവും സ്നേഹപൂർണവുമായ ബന്ധം വളർത്തിയെടുക്കുക എന്നതാണ്.